വിഴിഞ്ഞം പോർട്ടിന്റെ ഓഹരി കൈമാറ്റത്തിന് MSC കമ്പനിക്ക് കീഴിലെ TIL-ലുമായി പ്രാഥമിക കരാർ വെക്കാനിടയായ സാഹചര്യം സർക്കാരിനെ ബോധ്യപ്പെടുത്താനുള്ള നീക്കമാണ് ഇപ്പോൾ അദാനി പോർട്സ് നടത്തുന്നത്. കരാർ ലംഘനമുണ്ടായോ എന്ന കാര്യത്തിൽ സർക്കാർ വിശദമായ നിയമോപദേശം തേടിയേക്കും. മുൻകൂർ അനുമതി വാങ്ങാതെയുള്ള നടപടി കരാർ ലംഘനമായി സർക്കാർ അംഗീകരിച്ചാൽ കരാർ റദ്ദാക്കൽ ഉൾപ്പെടെയുള്ള നിയമപരമായ മാർഗങ്ങളിലേക്കാവും സർക്കാർ കടക്കുക. എന്നാൽ ഓഹരി കൈമാറ്റം ഇതുവരെ നടന്നിട്ടില്ലാത്തതിനാൽ സാങ്കേതികത്വത്തിന്റെ പേരിൽ കടുത്ത നടപടികളിലേക്ക് സർക്കാർ നീങ്ങിയെന്ന് വരില്ല. 2024 കരാർ നിശ്ചയിച്ച സമയത്ത് തുറമുഖത്തിന്റെ ആദ്യ നിർമ്മാണം പൂർത്തിയാക്കാത്തതിന്റെ പേരിൽ LDF സർക്കാർ അദാനിക്കെതിരെ കരാർ ലംഘനത്തിന് നോട്ടീസ് അയച്ചിരുന്നു. എന്നാൽ തങ്ങളുടേതല്ലാത്ത കാരണത്താലാണ് നിർമ്മാണം വൈകിയതെന്ന് കാണിച്ച് സർക്കാരിനെതിരെ ആർബിട്രേഷൻ നടപടിക്ക് മുതിരുകയാണ് അദാനി ചെയ്തത്. പിന്നീട് സർക്കാരുമായി ഒത്തുതീർപ്പിലെത്തി ആർബിട്രേഷൻ നടപടികൾ പിൻവലിക്കുകയും ചെയ്തിരുന്നു. കരാർ പൂർത്തിയാകുന്നതിന് സമയം ദീർഘിപ്പിച്ചു നൽകുകയും പിഴ ഒഴിവാക്കി സപ്ലിമെന്ററി കരാർ വയ്ക്കുകയും ചെയ്തിരുന്നു. വിഴിഞ്ഞം പോർട്ട് കമ്പനി നിലവിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിലും ഹോൾഡിംഗ് കമ്പനിക്ക് കീഴിലുള്ള മറ്റ് കമ്പനികൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ളതിനാലാണ് ഓഹരി കൈമാറ്റത്തിന്റെ വിവരം അദാനി സെബിയെ അറിയിച്ചത്. കൺസഷൻ കരാർ പ്രകാരം സംസ്ഥാന സർക്കാരിനെ അറിയിക്കേണ്ടത് പ്രാഥമികമായി TIL-ലുമായി ധാരണയിലായതിനു ശേഷമാണ് എന്ന നിലപാടാണ് AVVPL സ്വീകരിച്ചത്. എന്നാൽ പ്രാഥമിക കരാർ വയ്ക്കുന്നതിന് മുൻപ് അറിയിക്കേണ്ടതായിരുന്നില്ലേ എന്ന ചോദ്യമാണ് സർക്കാർ ഉന്നയിക്കുന്നത്. നിലവിൽ ഓഹരി കൈമാറ്റത്തിനുള്ള അദാനിയുടെ അപേക്ഷ സർക്കാരിന് മുൻപിലുണ്ട്. ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ എംപവേർഡ് കമ്മിറ്റിയാണ് പ്രാഥമിക പരിശോധന നടത്തി ശുപാർശ നൽകേണ്ടത്. അതേസമയം അദാനി ഗ്രൂപ്പിന് 49% ഓഹരികൾ സംസ്ഥാന സർക്കാരിനെ ഇരുട്ടിൽ നിർത്തി കൈമാറ്റം ചെയ്യാൻ കഴിയില്ലെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അദാനി ഗ്രൂപ്പ് ഒരു സൂപ്പർ പവറായി പ്രവർത്തിക്കുന്നു. എന്നാൽ അതുപോലെയല്ല കേരളമെന്നും അദ്ദേഹം പറഞ്ഞു. ഇടപാട് ഇപ്പോഴും സെബിയുടെ അംഗീകാരത്തിനും മറ്റ് ആവശ്യമായ അനുമതികൾക്കും കാത്തിരിക്കുകയാണെന്ന് കണ്ടെത്തിയതായും അതിനാൽ അദാനി ഗ്രൂപ്പ് ഈ വിഷയത്തിൽ പ്രതികരിക്കണമെന്നും വേണുഗോപാൽ പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് ലോജിസ്റ്റിക് ഗ്രൂപ്പായ സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായുള്ള MSC AVVPL-ലെ 49% ഓഹരി ഏകദേശം $1.4 ബില്യൺ ഏറ്റെടുക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം അദാനി പോർട്ട് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ പ്രഖ്യാപിച്ചത്. ഇന്ത്യൻ തുറമുഖ അടിസ്ഥാന സൗകര്യങ്ങളിലെ ഏറ്റവും വലിയ വിദേശ സ്വകാര്യ നിക്ഷേപമായിട്ടാണ് കമ്പനി ഈ ഇടപാടിനെ വിശേഷിപ്പിക്കുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു പ്രധാന ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബ് എന്ന നിലയിൽ വിഴിഞ്ഞത്തിന്റെ സ്ഥാനം ഇത് ശക്തിപ്പെടുത്തുമെന്ന് അവർ പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഓഹരികൾ സർക്കാരിനെ അറിയിക്കാതെ MSCക്ക് കൈമാറുന്ന പ്രഖ്യാപനത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ ഭരണകൂടത്തിന്റെ അതൃപ്തി പ്രകടിപ്പിച്ച് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഈ പ്രസ്താവന വന്നത്.